പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ വിളയാട്ടം. ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും ലഷ്കർ ഭീകരനുമായ ഷെയ്ഖ് യൂസഫ് അഫ്രീദിയെ അജ്ഞാതന്റെ തോക്കിന് മുനയിൽ ഇവിടെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മാത്രമല്ല ഇയാളാകട്ടെ ഹാഫിസ് സയ്യിദിന്റെ വിശ്വസ്തനായ മുൻനിര നേതാക്കളിൽ ഒരാളാണ് എന്നതാണ് ഇവിടെ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഭീകര റിക്രൂട്ട്മെന്റിലും ഫണ്ടിങ്ങിൽ പോലും ഇയാൾ, അതായത് ഫണ്ട് നൽകുന്നതിൽ പോലും ഇയാൾ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. കഴിഞ്ഞ ദിവസം ലാഹോറിൽ ന്യൂസ് ചാനലിന് മുന്നിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് ഇയാൾ, അതായത് മറ്റൊരു ഭീകരനായ അമീർ ഹംസ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന അവസരത്തിൽ തന്നെയാണ് വീണ്ടും മറ്റൊരു ഭീകര നേതാവിനെ കൂടെ ഇവിടെ അജ്ഞാതൻ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഒരു ലഷ്കർ കമാൻഡർ കൂടി വധിക്കപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത്തവണ ഭീകരൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അജ്ഞാതൻ സ്ഥലം വിട്ടത് എന്നതാണ് റിപ്പോർട്ട്. ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും ലഷ്കർ ഇ തോയ്ബ ഭീകരനുമായ ഷെയ്ഖ് യൂസഫ് അഫ്രീദി അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ വെച്ചാണ് കൊടും ഭീകരന് വെടിയേറ്റതെന്നതാണ്, അല്ലെങ്കിൽ കൊടും ഭീകരൻ വെടിയേറ്റ് ചിഹ്ന ഭിന്നമായതെന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡറായ ഷെയ്ഖ് യൂസഫ് അഫ്രീദിയെ അജ്ഞാതർ വെടിവെച്ച് കൊന്ന കാര്യം സുരക്ഷാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അക്രമികൾ ഇയാൾക്ക് നേരെ തുടർച്ചയായി തന്നെ വെടിയുതിർക്കുകയായിരുന്നു. അഫ്രീദിക്ക് ഓടി രക്ഷപ്പെടാനുള്ള അവസരവും ഇവിടെ നൽകിയിരുന്നില്ല. അതിനു മുൻപേ തന്നെ ആക്രമണമുണ്ടായി. പ്രദേശവാസികൾ സംഭവ സ്ഥലത്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും തോക്കുധാരികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്തിടെയാണ് ഭീകര സംഘടനയുടെ മുൻനിരക്കാരായ താഹിർ ഫസൽ ചൗധരി, അതുപോലെ മൗലാന സുബൈർ സിദ്ദീഖി എന്നിവർ സമാന സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ലഷ്കറിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനും സയ്യിദിന്റെ സഹോദരനുമായ മൗലാന ഖസിഫ് അലിയെ ഖൈബർ പഖ്തൂൺഖ്വയിലെ വസതിയിൽ വെച്ച് അജ്ഞാതരുടെ വെടിവെച്ച് അവിടെ കൊലപ്പെടുത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇതിനു മുൻപും ജനുവരി മാസത്തിൽ അടക്കം ഈ വർഷം തുടങ്ങി 2026 വർഷം തുടങ്ങി ആ ആരംഭ ഘട്ടത്തിൽ തന്നെ ജനുവരി മാസത്തിൽ തന്നെ മറ്റൊരു അജ്ഞാത ആക്രമണത്തിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ട വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഇത് ഉണ്ടായിരിക്കുന്നത് മുംബൈ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയായിരുന്നു അജ്ഞാതന്റെ ആ ഒരു കാഞ്ചിവലയിൽ നിന്ന് അവിടെ കൊല്ലപ്പെട്ടതായി തന്നെ വാർത്തകൾ സൂചിപ്പിച്ചത്. പൂനെ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ ബണ്ടി ജഹാഗീർദർ എന്നറിയപ്പെടുന്ന അസ്ലം ഷബീർ ഷെയ്ഖാണ് അവിടെ കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂരിലാണ് സംഭവം നടന്നതും. കൊലപാതകത്തിന് പിന്നാലെ വലിയ രീതിയിൽ അജ്ഞാതന്റെ കരങ്ങളായിരിക്കാം എന്ന് തന്നെയുള്ള സംശയം, അല്ലെങ്കിൽ നിഗമനത്തിൽ തന്നെയായിരുന്നു ഇവർ എത്തിച്ചേർന്നത്. കാരണം അതിന് ആസ്പദമായ ചില തെളിവുകൾ പോലും ആ ഒരു സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചു എന്നതായിരുന്നു അന്ന് പോലീസ് അവിടെ സൂചിപ്പിച്ചത്. പോലീസ് പറയുന്നതനുസരിച്ച് അന്ന് അവിടെ ആ ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ ഒരു ശവസംസ്കാര ചടങ്ങ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വന്ന വേളയിലാണ് അജ്ഞാതന്റെ വെടിയേറ്റ് ഈ ഒരു ഭീകരൻ അവിടെ കൊല്ലപ്പെടുന്നത്. സെമിത്തേരിയിൽ നിന്ന് മടങ്ങുമ്പോൾ ജർമ്മൻ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് സമീപം വെച്ച് ആക്രമണം ഉണ്ടാകുകയും അക്രമികളാകട്ടെ ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയും സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തതായിരുന്നു എന്നതാണ് പ്രാഥമിക വിവരത്തിൽ നിന്നും പോലീസ് അന്ന് നൽകിയ വിവരങ്ങൾ സൂചിപ്പിച്ചത്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ വീണ്ടും അജ്ഞാതൻ സമീപ ദിവസങ്ങളിലായി തന്നെ പാകിസ്ഥാനിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഭീകരന്മാർക്ക് നേരെ ശക്തമായ രീതിയിൽ അവർക്ക് നേരെ നിറയൊഴിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന രീതി ഇവിടെ കണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.